നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെ ആകർഷിക്കാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ രഹസ്യമൊന്നുമില്ല, ചെറിയ ഹാബിറ്റ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വത്തെ വളർത്തിയെടുക്കൽ. സ്മൈൽ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു, ആളുകളിലേക്ക് ഇഷ്ടപ്പെടാനുള്ള താല്പര്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടിയും പോസിറ്റീവ് നല്ല കാര്യങ്ങൾ പറയുന്ന ആളിനോട് എപ്പോഴും എന്ത് ചെയ്യുന്നു, ഏതൊരു വ്യക്തിയായാലും ആ വ്യക്തികൾക്ക് അട്രാക്റ്റീവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് വാക്കുകളെ അവിടെ ഒഴിവാക്കുക എന്ന് മാത്രമാണ് പറയാൻ സാധിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. സൗമ്യമായിട്ട് കാര്യങ്ങളെ സംസാരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കുക, അതുപോലെ നമ്മൾ ഗുഡ് ലിസണർ ആവുക. അതുപോലെ തന്നെ നമുക്ക് അവോയ്ഡിങ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർ ടോക്കിങ്ങിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നതാണ് പറയാൻ സാധിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ആൻഡ് ബോഡി ലാംഗ്വേജ്. സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രെയിറ്റ് ആൻഡ് പോസ്റ്ററായിട്ട് നിന്നും കോൺഫിഡൻസ് കാണിക്കുക. അതുപോലെ തന്നെ ലേസി, കെയർലെസ് ഈ പോസ്റ്ററായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് എപ്പോഴും ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കി തന്നെ സംസാരിക്കുക, കറക്റ്റ് കാര്യങ്ങൾ സ്ട്രെയിറ്റായിട്ട് നിന്ന് തന്നെ സംസാരിക്കാൻ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഐ കോണ്ടാക്റ്റ് വഴി, നമ്മുടെ ബോഡി ലാംഗ്വേജ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ആത്മധൈര്യത്തിൽ നമുക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ സ്വാധീനിക്കുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് അപ്പിയറൻസ്. അപ്പോൾ ഒരു ക്ലീനായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന വഴിയും സിമ്പിളായിട്ടുള്ള സ്റ്റൈലായിരിക്കണം. അപ്പോൾ ഓവർ ഫാഷനൊന്നും ആകണ്ട, നീറ്റ്നെസ് മാത്രമാണ് അട്രാക്റ്റീവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ക്ലീനായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീനായിട്ടുള്ള നല്ല വസ്ത്രമെന്ന് ഉദ്ദേശിക്കുന്ന ക്ലീനായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. സിമ്പിളായിട്ടുള്ള സ്റ്റൈലുകളെ ഉൾപ്പെടുത്തി മുന്നോട്ടൊക്കെ പോയി കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, സിമ്പിളില്ലെങ്കിലും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ രീതിയിൽ നീറ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നീറ്റ്നെസ്സും അപ്പിയറൻസൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, സെൽഫ് ഡൗട്ട് കുറയ്ക്കുക. നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ടെങ്കിൽ അത് നാച്ചുറലി റെസ്പെക്റ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഡൗട്ടിനെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിശ്വാസം കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ നമ്മളെ പൊതുവെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കും. ആദ്യം റെസ്പെക്റ്റ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കുക. ഫേക്കായിട്ടുള്ള ബിഹേവിയറിനെ അവോയ്ഡ് ചെയ്യുക. ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പറയാം. അതുപോലെ എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രധാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ട്രസ്റ്റിനെ നമ്മൾ വിശ്വസിക്കുക, വിശ്വാസത്തെ നമുക്ക് ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി ആണെന്ന് പറയാൻ പറ്റുന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു ദിവസം നല്ലതാണ്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം റൂഡാണ്. അപ്പോൾ ഈ റൂഡിനെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. സെയിം ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യത്തുള്ളൂ, വിശ്വസിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നോളേജ് ആൻഡ് സ്കിൽസ്. എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങോ ഡാൻസോ സോങ്ങോ സ്പീക്കിങ്ങോ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നാച്ചുറലി എങ്ങനെയെങ്കിലും ആൾക്കാർ അഡ്മിറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് ലൈക്കബിൾ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, കോൺഫിഡൻസ് ആയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊരു പവർഫുൾ പേഴ്സണാലിറ്റി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്
ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റിയെ വളർത്തുവാനുള്ള ഒരു ഇൻഫ്ലുവൻസ് പോയിൻ്റാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ ടോപ്പിക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.